കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ ശാലിനി? യാദൃശ്ചികമായിരുന്നു നിങ്ങളുടെ കല്യാണമെങ്കിലും നിങ്ങൾ തമ്മിൽ തന്നെയാ ചേരേണ്ടിയിരുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. 30 പവൻ തരാമെന്ന് വാക്ക് പറഞ്ഞതാ ഇവര്. ഇനി അതൊക്കെ ആര് തരും? ഞാൻ തന്നെ വീട്ടുക 30 പവന് കടം. സത്യഭാമയുടെ മോൻ സ്വന്തമായി ജോലി അന്വേഷിച്ച് നടക്കണമെങ്കിലേ ആ മനസ്സിലുണ്ടായ മുറിവുകൾ എത്രയാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ഭാര്യയെ എനിക്ക് 100% വിശ്വാസം. ഒപ്പിട്. ശാലിനി ഒന്ന് പറയണോ? ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. ഇതെന്റെ വാക്കാ. കുറ്റവാളി നീ തന്നെയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ബാക്കി നോക്കാൻ എനിക്കറിയാം. സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടാനെന്നല്ല, കാണാൻ കൂടി കിട്ടില്ല നിനക്ക്. വാ മോളെ.
വിഷ്ണു വാ ഇവിടെ. പ്രീതി, ശാലിനി, എന്തിനാ ശാലിനി എനിക്ക് വേണ്ടി? ഒന്നുമില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. നീ വാ. സർ, സത്യാമ്മയൊക്കെ പോയി സർ. ആണോ? ഇനി പെയിൻ കുറഞ്ഞോളും. പ്രീതി, അർജുനേട്ടാ, നമ്മുടെ കുഞ്ഞ് എന്തു പറ്റി പ്രീതി? പെയിൻ കുറവില്ലേ? നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി സ്വന്തം ജീവിതം ബലി കൊടുത്തു അർജുനേട്ടാ. എന്താ ശാലിനി? അങ്ങനെയൊന്നുമില്ല പ്രീതി, വെറുതെ. എന്താണ് സംഭവിച്ചതെന്ന് പറ. വിഷ്ണുവേട്ടനായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷന് ശാലിനി ഒപ്പിട്ട് കൊടുത്തു. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തുന്നോ? അതിന്റെ ആവശ്യം എന്തായിരുന്നു? എനിക്ക് അർജുനേട്ടനെ തന്ന വാക്ക് പാലിക്കണമായിരുന്നു. എന്ത് വില കൊടുത്തും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ രക്ഷിക്കുന്നുള്ള വാക്ക്. അതിനുവേണ്ടി എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ശാലിനി, എനിക്ക് DNA ടെസ്റ്റ് നടത്തണമെന്നുള്ള വാശിയിലായിരുന്നു സത്യമ്മ. ടെസ്റ്റ് നടത്തിയ ഞാൻ ഗർഭിണിയല്ലാന്ന സത്യമ്മ മനസ്സിലാക്കും. പ്രീതിയ പ്രഗ്നന്റ് എന്ന് അപ്പൊ തന്നെ സുസ്മിത സത്യാമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പിന്നെ അർജുനേട്ടന്റെ കുഞ്ഞിന്റെ ജീവൻ. DNA ടെസ്റ്റിന് പകരം സത്യമ്മ വെച്ച ഡിമാൻഡ് ഡിവോഴ്സ് പെറ്റീഷനിലെ ഒപ്പ്. എനിക്കത് ചെയ്യേണ്ടി വന്നു അർജുനേട്ട. അതുമല്ല, പ്രീതിക്ക് എത്രയും പെട്ടെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ശാലിനി, വിഷ്ണുവിന്റെ കാര്യം. അതേ ഉള്ളൊരു സങ്കടം. ഈ തീക്കടൽ നീന്തുമ്പോ
കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. സ്നേഹം സത്യമാണെങ്കിൽ ഒന്നിനും ഞങ്ങളെ പിരിക്കാനാവില്ല അർജുനേട്ടാ. തൽക്കാലം ആരും ഒന്നും അറിയണ്ട. ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരട്ടെ. എന്താ അർജുനേട്ടാ ഇത്? ഈ ത്യാഗത്തിന് പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ശാലിനി. പ്രീതിയുടെ കുഞ്ഞു പിറക്കുമ്പോ ആ കവിളിൽ ആദ്യത്തെ ഉമ്മ കൊടുക്കാനുള്ള അവകാശം അത് മാത്രം മതി എനിക്ക്. ശാലിനി, അർജുനേട്ടൻ അവരൊക്കെ എത്തും മുമ്പ് പ്രീതിയെ വീട്ടിലെത്തിക്കാൻ നോക്ക്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശാലിനി, എന്നാലും അർജുനേട്ട ഹോസ്പിറ്റലിൽ പ്രീതിയുടെ കാര്യം എന്തായോ എന്തോ. ശാലിനിയെ വിളിച്ചിട്ട് കെട്ടിയിട്ടുണ്ടാവോ പൊന്നിക്ക്? ഇല്ലെങ്കിൽ പ്രീതിയുടെ അവസ്ഥ എന്താവും? ആരും ഒന്ന് വിളിച്ചത് കൂടി ഇല്ലല്ലോ. ഓ, ഇതാ എന്താ ഇത്? ഒരു മരുമകളുണ്ടായിരുന്നല്ലോ, ഒരു തങ്കക്കുടം. വിഷ്ണുവുമായിട്ടുള്ള ബന്ധമൊഴിയാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവൾ ഒപ്പിട്ട് തന്ന ഡിവോഴ്സ് പെറ്റീഷൻ. കണ്ണു തുറന്നു കണ്ടോ, നല്ല വൃത്തിയായിട്ട് പതിഞ്ഞു കിടപ്പുണ്ട് അവളുടെ ഒപ്പ്. അതെങ്ങനെ? അതെ, സത്യപരീക്ഷ പൂർത്തിയാക്കാൻ അവളെ കൊണ്ട് പറ്റിയില്ല രാഘവേട്ടാ. ദേവി വിഗ്രഹം വരെ മുട്ടിൽ നീന്തി എത്തിയില്ല. അതിനു മുൻപേ ഇട്ടിട്ട് പോയി കളഞ്ഞു. കള്ളം പറഞ്ഞതുകൊണ്ട് കുഴഞ്ഞു വീണോ രക്തം ഛർദിച്ചോ മരിക്കുമെന്ന് ഭയന്നിട്ടുണ്ടാവും ആ പാവം. പാവം ശാലിനി പ്രീതിയുടെ വിവരം അറിഞ്ഞ് പോയതായിരിക്കും അവള്. അവളെ പിന്നാലെ ചെന്ന് ഞങ്ങൾ പിടിച്ചു.
സത്യപരീക്ഷ പൂർത്തിയാക്കാതെ അവള് നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാ. ഞങ്ങള് ചെന്നപ്പോ ഗർഭിണികൾക്കുള്ള മരുന്നും കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. പിന്നെ അവൾക്ക് ഒപ്പിട്ട് തരാതിരിക്കാൻ എന്താ വഴി? വിഷ്ണു, നീ എങ്ങോട്ടാ? ഭക്ഷണം കഴിക്കുന്നില്ലേ? നിക്ക്. പൊന്നാര ഭാര്യ പിരിയുന്നതിന്റെ നൊമ്പരമായിരിക്കും. എടാ, നിന്നെ അവള് കബളിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? അവന്റെ പോക്കണ്ടില്ലേ? വിട്ടേക്കാൻഡി, ഈ ഒരു രാത്രി കഴിയുമ്പോഴേ വിഷ്ണുവേട്ടൻ നോർമലാവും. രാവിലെ തല നിറച്ചൊന്ന് എണ്ണ വെച്ച് കുളിച്ചാ മറക്കാവുന്നതേ ഉള്ളവളെ. അല്ല, എവിടെ? ശാലിനിയുടെ വേറൊരു ഫാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. പ്രീതി, എവിടെ എന്റെ പൊന്നുമോൾ പ്രീതി? എന്ത് പറയും ഭാമയോട്? പെട്ടല്ലോ ഭഗവാനെ. രാഘവേട്ടനോടെ ചോദിച്ചത്. മോളെ, നീ ഒന്ന് നോക്കി അവൾ എന്തെന്ന്. ഇവിടെ നിന്ന് അന്വേഷിക്കായിരുന്നു പ്രീതി. ഞാൻ ടെറസിൽ തുണി വിരിക്കാൻ പോയതാമേ. എന്നിട്ട് അച്ഛൻ അറിഞ്ഞില്ലല്ലോ ആ കാര്യം? അച്ഛൻ അറിഞ്ഞില്ലമ്മേ. ഞാൻ പുറത്തെ സ്റ്റെയറിൽ കൂടെ കയറിപ്പോയത്. ശരി ശരി ശരി, നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ടമ്മേ. ഈ വീട്ടിൽ ഇത് എന്താ പറ്റിയേ? ആർക്കും ആഹാരമൊന്നും വേണ്ടേ? ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടേണ്ടി വന്നതിന്റെ സങ്കടം ശാലിനി ഉറ്റതോഴിയോട് പങ്കുവച്ചിട്ടുണ്ടാവും ആന്റി. അപ്പൊ സ്വാഭാവികമായും വിശപ്പ് കെടുവല്ലോ. അതൊന്നുമല്ല, ഞാൻ കുറച്ചു മുമ്പേ കഴിച്ചു. സുസ്മിത എന്റെ കാര്യത്തെ അനാവശ്യമായിട്ട് ഇടപെടാൻ വരരുത്. ഓ, നിന്റെയൊക്കെ തിളപ്പ് തീർന്നടി. അതിനുള്ള വജ്രായുധ ആന്റിയുടെ കയ്യിലിരിക്കുന്നത്. ശാലിനി ഇല്ലെങ്കിൽ നീയൊക്കെ വെറും ഷൂ, കാറ്റുപോയ ബലൂ. എനിക്ക് ഏതായാലും നല്ല വിശപ്പുണ്ട്. പൊന്നി, ഭക്ഷണം എടുത്തു വെച്ചേ. മോളെ, നീ വാ.